നാലാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ യൂൻഹോയുടെ ഫാമിലിയാണ് കാണിക്കുന്നത്. ഇപ്പോ കൊറിയയും ജപ്പാനും തമ്മിലുള്ള യുദ്ധം നടക്കുമല്ലേ, അതുകൊണ്ട് ജപ്പാൻകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അയാൾ 2 യുദ്ധവിമാനങ്ങളാണ് കൊടുക്കാൻ പോകുന്നത്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ആ കമ്മീഷണർ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ ചർച്ചകൾക്ക് ശേഷം എല്ലാവരും പോകാനായിട്ട് ഇറങ്ങിയതും അയാൾ പെട്ടെന്ന് യൂൻഹോനെ തടഞ്ഞു നിർത്തി. നിന്റെ അച്ഛൻ പോലും ജപ്പാൻകാരെ സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷേ നീയോ ഞങ്ങൾക്കെതിരായിട്ട് നിന്ന് കൊറിയക്കാർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇതിനെപ്പറ്റി ആരെങ്കിലും പുറത്തറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. എന്ത് സംഭവിക്കാൻ? കേൾക്കുന്നവർ കരുതും നിങ്ങൾക്ക് ഭ്രാന്താണെന്ന്, അല്ലാതെ ആരും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അതും പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. അവളെ ഒന്ന് സൂക്ഷിച്ചേക്ക്. എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു എല്ലാം കൃത്യമായിട്ട് എനിക്കറിയണം. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണമെങ്കിൽ എനിക്ക് ഈ കുടുംബത്തിന്റെ സപ്പോർട്ട് കൂടിയേ തീരൂ. അതിനുവേണ്ടി അവളെ വിവാഹം കഴിക്കാൻ വരെ ഞാൻ തയ്യാറാ. ഇതേ സമയം നമ്മുടെ ലിയോണിന്റെ അവസ്ഥയ്ക്ക് ഷിൻ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ബാധ ഒഴിപ്പിക്കൽ. അത് നടക്കുവോ? ഇതൊരു പരമ്പരാഗത രീതിയാ. നമുക്ക് മേലുള്ള ശാപങ്ങൾ ഒഴിപ്പിക്കാൻ പണ്ട് മുതൽ ചെയ്യുന്ന ഒരു രീതി. അതിനുവേണ്ടി ഷിൻ ലിയോണിന്റെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന കറുത്ത തുണി അഴിച്ചെടുക്കുന്നു. അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് ലീറാങ്ങിനെയും കുട്ടി ഷിൻ ആ റിച്വലിന് പോവുകയാണ്. ഇപ്പോ ലിയോണ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അത് കാരണം അവനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ ലീറാങ്ങിന് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ പോകാതെ വേറെ വഴിയില്ലല്ലോ. അവരെല്ലാം പോയതും ഒറ്റയ്ക്കിരിക്കുന്ന ലിയോണിന്റെ അടുത്തേക്ക് നമ്മുടെ ഹോങ്ജു വരുന്നു. ഇപ്പോൾ ഉള്ള ഈ ലൈഫ് എനിക്ക് പിടിക്കുന്നതേ ഇല്ല. കുഞ്ഞുനാളില് നമ്മളൊക്കെ എന്ത് സന്തോഷത്തിലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഒരു മനുഷ്യ സ്ത്രീയെ സ്നേഹിക്കില്ലായിരുന്നു. ലീറാങ് ഷിൻ എന്ന ഒരു സെന്റിമെന്റ്സ് ഉണ്ടാകുകയും ചെയ്യില്ലായിരുന്നു. നമ്മൾ 3 പേര് മാത്രം. പക്ഷേ നമ്മളിപ്പോൾ കുട്ടികളല്ലല്ലോ. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതേ നിനക്കൊരിക്കലും കാഴ്ച തിരിച്ചു കിട്ടല്ലേ എന്നാ. എങ്കിലേ ഞാനില്ലാതെ നീ എത്രമാത്രം കഷ്ടപ്പെടുന്നെന്ന് എനിക്ക് കാണാൻ പറ്റൂ. പിന്നെ ഞാൻ നിനക്ക് ഒരു അവസരം കൂടി തരാം. എന്റെ കൂടെ ജീവിക്കാന്ന് മാത്രം വാക്ക് തന്നാ മതി. ആ മുഖംമൂടിക്കാരൻ ആരാണെന്ന് ഈ നിമിഷം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷേ നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. അതും പറഞ്ഞ് ഹോങ്ജു അവനെ ബലമായിട്ട് കിസ് ചെയ്യാൻ പോയതും ലിയോണ് പെട്ടെന്ന് അവളെ തള്ളി മാറ്റുന്നു. നീ ചെയ്യാൻ പോയത് എന്ത് വലിയ തെറ്റാണെന്ന് നിനക്കറിയാവോ? ഒരു കുറുക്കൻ ഒരിക്കലും തന്റെ ഇണയെ ചതിക്കില്ല. അതുകൊണ്ട് ഇനി മേലിൽ എന്റെ പിറകെ വരരുത്. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അവൻ അവിടെ എഴുന്നേറ്റ് പോകുന്നു. എന്നാൽ ഹോങ്ജുവിന് ഇത് ലിയോണിനോട് പകയാണ് ഉണ്ടാക്കിയത്. ആ ദേഷ്യത്തിന് അവൾ തന്റെ അസിസ്റ്റന്റിനെ വിളിക്കുന്നു. ഈ പ്രദേശത്തുള്ള എല്ലാ പിശാചുകളോടും ലിയോണിന്റെ കണ്ണു കാണാൻ പറ്റാത്ത കാര്യം അറിയിക്കണം. ഹോങ്ജുവിന്റെ ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അവളുടെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന എല്ലാ ജോലിക്കാർക്കും ആ ഒരു ദിവസത്തേക്ക് അവധി കൊടുക്കുന്നു. അത് കാരണം ഇപ്പോൾ ലിയോൺ മാത്രമാണ് അവിടെ ഉള്ളത്. വെള്ളം കുടിക്കാൻ ദാഹിച്ചതും കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി അവൻ പുറത്തേക്ക് വരുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നത്. നിങ്ങൾ ആരാ? ഈ ശബ്ദം ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടുത്തെ ആവശ്യത്തിന് വിറക് കൊണ്ടുവരുന്ന ആളാ. എന്തോ ഡൗട്ട് തോന്നിയെങ്കിലും വേറെ വഴിയില്ലാതെ അവൻ അയാളുടെ കൈ പിടിച്ച് മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. അല്പം മുന്നോട്ടേക്ക് നടന്നപ്പോഴാണ് മനസ്സിലായത് അവൻ ഒറ്റയ്ക്കല്ല, അവന്റെ ഒരു ഗ്യാങ് തന്നെ അവിടെ ഉണ്ടെന്ന്. ആക്ച്വലി അവരെല്ലാവരും നമ്മുടെ ലിയോണിന്റെ ശത്രുക്കളാണ്. അത് അയാളുടെ കയ്യിൽ തൊട്ടപ്പോഴേ ലിയോണിന് മനസ്സിലാവുകയും ചെയ്തു. കാരണം അയാളുടെ കയ്യിൽ മുഴുവനും വെട്ടുകൊണ്ടതിന്റെ തഴമ്പായിരുന്നു. തങ്ങളെ മനസ്സിലായെന്ന് കണ്ടതും ആ നിമിഷം തന്നെ സകല എണ്ണം കൂടെ ലിയോണിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഏകദേശം ഒരു 10-15 പേരെങ്കിലും കാണുമല്ലേ? കണ്ണ് കാണാൻ പറ്റാത്ത നീ ഞങ്ങളെ എന്തോ ചെയ്യാനാ? അതും പറഞ്ഞ് ലിയോണിനെ എളുപ്പത്തിൽ വീഴ്ത്താമെന്നും പറഞ്ഞ് ഒരുത്തൻ അവന്റെ അടുത്തേക്ക് ഓടി വന്നതും അയാളുടെ നെഞ്ചിലേക്ക് തന്നെ നമ്മുടെ ലിയോൺ വാള് കുത്തിയങ്ങിറക്കി. ഒരു കുറുക്കൻ കണ്ണുകൾ കൊണ്ട് മാത്രമല്ല വേട്ടയാടുന്നത്, പിന്നീട് അങ്ങോട്ട് പൊരിഞ്ഞ യുദ്ധമായിരുന്നു. ശബ്ദങ്ങൾ കൊണ്ട് അവരുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കിയാണ് ലിയോൺ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണ് കാണുന്നില്ലെങ്കിലും ആർക്കും അവനോട് പൊരുത്തി നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നടക്കുന്ന ഈ അടിയെല്ലാം ഹോങ്ജു അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവള് തന്നെയാണ് അവരെല്ലാം വിളിച്ചു വരുത്തിയതും. അവൻ ശബ്ദങ്ങൾ കേട്ടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലായതും അതില്ലാതാക്കാനായിട്ട് അവള് വലിയ ഉച്ചത്തിൽ പാട്ടിടുന്നു. പാട്ടിന്റെ ശബ്ദം വളരെ ഉച്ചത്തിലായതുകൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നവരുടെ ശബ്ദങ്ങളൊന്നും അവന് കേൾക്കാൻ പറ്റിയില്ല. അതോടെ ലിയോണിന് അടിപതറാൻ തുടങ്ങി. അവന്റെ ദേഹത്ത് ഒരുപാട് മുറിവുകളും പറ്റുന്നു. അവരെയൊക്കെ എങ്ങനെ നേരിടണമെന്ന് ഒരു മാർഗവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അടി കിട്ടി അവസാനം അവൻ ചെന്ന് വീണത് അവന്റെ റൂമിന്റെ ഫ്രണ്ടിലുള്ള പടിക്കെട്ടിലായിരുന്നു. പകലെ ലീറാങ്ങിന്റെ നിർദ്ദേശപ്രകാരം അവിടെ മുഴുവൻ നടന്ന് മനസ്സിലാക്കിയതല്ലായിരുന്നു അവൻ. അതുകൊണ്ട് എങ്ങോട്ട് പോയാലും എവിടെ എത്തുന്നൊക്കെ അവന് നന്നായിട്ട് അറിയാം. അവിടുന്ന് 15 അടി മുന്നോട്ടേക്ക് നടന്നാൽ ഒരു ലാംപ് ലൈറ്റ് ആണ്. അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് കുതിച്ചു ചെന്ന് ഒറ്റ വെട്ടിന് അതവൻ താഴെയിട്ടതും അവിടെ ഉണ്ടായിരുന്ന പവർ മുഴുവൻ ഓഫായി പോകുന്നു. അതിന്റെ കൂടെ തന്നെ ആ മ്യൂസിക് പ്ലെയർ ഓഫായി. മാത്രമല്ല അവിടെ മുഴുവൻ ഇപ്പൊ ഇരുട്ടായില്ലേ. അത് കാരണം ആ ഇരുട്ടത്ത് അവന്മാർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ലിയോൺ സകലതിനെ കൊന്നു കൊല വിളിച്ചു കളഞ്ഞു. ഇതിനെല്ലാം മുന്നേ ഹോങ്ജോ ഹോട്ടലിന് പുറത്തേക്ക് പോയിരുന്നു. അതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ മ്യൂക്കും നിൽപ്പുണ്ട്. ലിയോണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ എവിടെ പോവാ? ഇന്നലെ ഞാനൊരു മനുഷ്യനെ കൊന്നില്ലേ, അതുകൊണ്ട് തലവിപ്പ് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോ അവൻ ഒറ്റയ്ക്കാണെങ്കിലും നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? നിനക്ക് എന്ത് വേണമെങ്കിലും അവന് ചെയ്യാം. അത്രയും പറഞ്ഞ് അവൾ അവിടുന്ന് നടന്നുപോയി. അടുത്ത ഷോട്ടില് ലീറാങ്ങിനെ ഷിന്നിനെയാണ് കാണിക്കുന്നത്. ലിയോണിന്റെ പ്രശ്നം മാറാൻ വേണ്ടിയുള്ള എന്തോ റിച്വൽ നടത്തുകയാണ് രണ്ടുപേരും കൂടെ. അതിനുവേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതും ഇപ്പോൾ സമയം 12 മണിയാകാറായിട്ടുണ്ട്. റിച്വൽ നടത്താൻ വേണ്ടിയുള്ള ഏറ്റവും ശരിയായ സമയം ദേ ഈ വട്ടത്തിനുള്ളിൽ തന്നെ നിൽക്കണം. കൃത്യം 12 മണിയാകുന്ന സമയത്ത് ലിയോണിന്റെ മുടി കത്തിക്കണം. ശേഷം ആ ഇരിക്കുന്ന മദ്യക്കുപ്പികൾ എടുത്ത് 4 വശത്തേക്കും തളിക്കുക. ഓ അറിയാം, എത്ര തവണ കൊണ്ടാ നീ ഇത് പറയുന്നത്? ശരി, ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാ. എല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നേരെ ഹോട്ടലിലേക്ക് വന്നേരെ. ആരെങ്കിലും ഫോളോ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുകയോ ചെയ്താൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. നേരെ നടന്നങ്ങ് വന്നേക്കണം. വെറുതെ ഇരുന്നവനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പേടിപ്പിച്ച്
വിളിച്ചിട്ട് ഷിൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ രാത്രി 12 മണിയായതും ഷിൻ പറഞ്ഞതുപോലെ തന്നെ അവൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ആദ്യം ലിയോണിന്റെ മുടിയെടുത്ത് കത്തിച്ചു. ശേഷം മദ്യം എടുത്ത് 4 ഭാഗത്തേക്കും കുടയുന്നു. പെട്ടെന്നാണ് വലിയൊരു ഇടി വിട്ടുന്നത്. തൊട്ടു പിറകെ തന്നെ അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വീഴാൻ തുടങ്ങി. ഇത്രയും നേരം ധൈര്യമായിട്ടിരുന്നവൻ ആ നിമിഷം പേടിക്കാൻ തുടങ്ങി. എങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തീർത്തിട്ട് അവൻ ശരവേഗത്തിലവിടുന്ന് നടന്നു പോവുകയാണ്. പക്ഷേ പിറകെ മണിയും കിലുക്കിക്കൊണ്ട് ആരോ വരുന്നു. തിരിഞ്ഞു നോക്കിയാൽ പണി പാളില്ലേ, അതുകൊണ്ട് കൊന്നാലും തിരിഞ്ഞു നോക്കില്ലെന്ന് പറഞ്ഞാണ് അവൻ നടക്കുന്നത്. നടക്കുവല്ല, നടന്നുകൊണ്ട് ഓടുകയായിരുന്നു. അന്നേരമാണ് കൃത്യമായിട്ട് നമ്മുടെ ലീറാങ്ങിന്റെ ടീംസിൽ ഒരുത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പോ റിക്ഷ ഓട്ടിക്കലാണ് പണി. ബോസ്, നിങ്ങൾ എന്താ എന്നെ മൈൻഡ് ചെയ്യാത്തത്? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ റിക്ഷ ഓട്ടിക്കാൻ തുടങ്ങിയതും? പിന്നെ എന്താ എന്നെ മൈൻഡ് ചെയ്യാത്തത്? സത്യം പറഞ്ഞാൽ ഷിൻ പറഞ്ഞത് വെച്ച് തിരിഞ്ഞു നോക്കാനോ സംസാരിക്കാനോ പോലും പാടില്ല. ആംഗ്യത്തിൽ കാണിച്ചിട്ടാണെങ്കിൽ ആ പൊട്ടന് മനസ്സിലാവണ്ടേ? ക്ഷമകെട്ട് അയാളുടെ പെടലേക്കിട്ടൊരു കൊട്ടുകൊടുത്തതും അങ്ങേരുടെ ബോധം കെട്ട് വീണു. അങ്ങനെ അങ്ങേരെടുത്ത് റിക്ഷയിൽ കിടത്തിയ ശേഷം റോക്കറ്റ് വിട്ടതുപോലെ അവൻ ഹോട്ടലിലേക്ക് ഓടുകയാണ്. പക്ഷേ പടിക്കെട്ടുകൾ കയറി മുന്നിലേക്ക് ചെന്നതും പെട്ടെന്നാണ് അവന്റെ കഴുത്തിലേക്ക് ഒരു സൂചി തറഞ്ഞു കയറുന്നത്. അതോടെ അവൻ ബോധം കെട്ട് അവിടെ വീഴുന്നു. ലീറാങ്ങിനെ മാത്രമല്ല ഷിന്നിനെയും ഇതേ രീതിയിൽ തന്നെ മയക്കി വീഴ്ത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, അത് മ്യൂക്കിന്റെ പണിയാണ്. ഇപ്പോ ലിയോൺ പൂർണ്ണമായിട്ടും ഒറ്റയ്ക്കായി. അതും പറഞ്ഞ് അവർ രണ്ടുപേരെയും അവനോട് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. അടുത്ത ഷൂട്ടിൽ ആ മെർമൈഡിനെയാണ് കാണിക്കുന്നത്. അവളുടെ പേര് യോഹി. അവൾക്ക് കഴിക്കാൻ വേണ്ടി ആ സ്നെയിൽ ബ്രൈഡ് അവൾക്ക് കുറെ ഫുഡ് കൊണ്ടു കൊടുക്കുന്നു. നീ കടലിലേക്ക് പോയിട്ട് ഒത്തിരി നാളായില്ലേ, അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട കുറെ ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേട്ടതും അവൾ അപ്പോൾ തന്നെ അതെല്ലാം കൊതിയോടെ എടുത്ത് കഴിക്കുന്നു. നീ എന്തിനാ ഈ ടൈയെല്ലാം കഴുത്തിലിട്ടേക്കുന്നത്? കുറച്ചു ദിവസം മുന്നേ ഇവിടെ 2 സഹോദരങ്ങൾ വന്നില്ലേ, അതിലൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാ. ആരാ? മൂത്തയാള് ലിയോണിനാണോ അതോ ഇളയവൻ ലീറാങ്ങിനോ? ലീറാങ് എന്നാണോ പേര്? അവനെയാണോ നിനക്ക് പിടിച്ചത്? അവൻ ആളത്ര ശരിയല്ല എന്നും പറഞ്ഞ് നല്ലവനല്ല എന്നല്ല, എപ്പോ നോക്കിയാലും വെട്ടും കുത്തുമായിട്ട് നടക്കലാ പണി. മാത്രമല്ല അവൻ നിന്നെ പോലെയാ, പകുതി മനുഷ്യനും പകുതി കുറുക്കനും. മനുഷ്യനും അസുരനും അല്ലാത്തവന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. പക്ഷേ എനിക്ക് അവനെ ഇഷ്ടമാ. ആദ്യ കാഴ്ചയിൽ തന്നെ തോന്നിയ പ്രണയം. അതുകൊണ്ട് അവൻ എങ്ങനെയായിരുന്നാലും എനിക്ക് പ്രശ്നമില്ല. അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് യൂൻഹു വരുന്നത്. യൂൻഹുവും അവളുടെ കൂടെയുള്ളവരും അടുത്ത ബോംബ് ബ്ലാസ്റ്റിന് വേണ്ടി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സ്ഫോടനത്തിന് ആവശ്യമായ ബോംബ് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരും. ശരി, ഞാൻ പുറകിലത്തെ വാതിൽ തുറന്നിടാം. അത്രയും പറഞ്ഞതും യൂൻഹു അവർക്കൊരു പാസ്വേഡ് കൊടുക്കുന്നു. എല്ലാം കഴിഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നതും ആ കമ്മീഷണർ പറഞ്ഞിട്ട് അവൾ ഫോളോ ചെയ്താണ് അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. അടുത്ത ഷൂട്ടില് തലയിപ്പയുടെ വീടാണ് കാണിക്കുന്നത്. നേരത്തെ ഹോങ്ചോ ഒരു പട്ടാളക്കാരനെ കൊന്നില്ലേ, അതിന്റെ വിചാരണ നടക്കുകയാണ്. എന്നാൽ ഹിയൂൺ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം മറന്ന് ഹോങ്ചോ കൊണ്ടുവന്ന് കേക്കും കഴിച്ചുകൊണ്ടിരിപ്പായിരുന്നു. അവസാനം തലയിപ്പ ദേഷ്യപ്പെട്ടതും ആള് ഡീസന്റ് ആയി. നീ എന്തുകൊണ്ടാ ഒരു മനുഷ്യനെ കൊന്നത്? അയാൾ എന്തായാലും മരിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ കൊന്നേ ഉള്ളൂ. നീ ഒരു മൗണ്ടൈൻ ഗോഡായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. അതിന് നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ലിയോൺ എത്ര പട്ടാളക്കാരെ കൊന്നു തള്ളിയത്? അതിന് പ്രശ്നമൊന്നുമില്ലേ? അതിനവൻ ഇവിടുത്തെ ലിയോൺ അല്ലല്ലോ. ബോധമില്ലാതെ അങ്ങനെ സത്യം വിളിച്ചു പറയാൻ വന്നതും പെട്ടെന്ന് തലയിപ്പ തടയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ മുഴുവൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞേനെ. പക്ഷേ ഹോങ്ചോന് നല്ല ഡൗട്ട് തോന്നി. നിങ്ങൾ എന്താ പറയാൻ വന്നത്? നീ കൂടുതൽ സംസാരിക്കണ്ട. നീ ചെയ്ത തെറ്റിന് നിന്നെ ഐസിന്റെ ഹെല്ലിലേക്ക് അയക്കുന്നു. എന്നാൽ അത് കേട്ടിട്ടും അവൾക്കൊരു കൂസലുണ്ടായിരുന്നില്ല. ആ പിന്നെ മ്യൂങ്ക് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നിങ്ങൾ തന്നെയല്ലേ അവനെ കല്ലാക്കി മാറ്റി പണിഷ്മെന്റ് കൊടുത്തതും? പിന്നെ എന്തിനാ അവനെ രക്ഷിച്ചത്? സ്വന്തം മകനെ പോലെ ആയിരുന്നല്ലോ അവൻ എനിക്ക് സ്വന്തം മകനെ പോലെ ആയിരുന്നിരിക്കാം. പക്ഷേ എത്ര പേരെയാണ് അവൻ കൊന്നു തള്ളിയെന്നറിയാവോ? ഞാൻ ഭരിച്ചിരുന്ന പർവ്വതത്തിലെ എല്ലാം നശിപ്പിച്ചവനാണ് അവൻ, അതും സ്വന്തം കൈകൊണ്ട്. അങ്ങനെ ചെയ്ത ഒരുത്തനെ ഞാൻ വെറുതെ വിടുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഇതെല്ലാം ഹോങ്ചോന് പുതിയൊരു അറിവായിരുന്നു. മ്യൂങ്ക് അങ്ങനെ ചെയ്തെന്ന് അവൾക്ക് വിശ്വസിക്കാനേ ആയില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നു. എന്നാലും അവനെ ആരായിരിക്കും രക്ഷിച്ചത്? എന്തിനു വേണ്ടി? അടുത്ത ഷൂട്ടിൽ ലിയോണിനെയാണ് കാണിക്കുന്നത്. കണ്ണു കാണാതെ തട്ടിത്തടഞ്ഞ് മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്താണ് അവന്റെ തൊട്ട് മുന്നിലുള്ള മരത്തിലായിട്ട് ഒരു അമ്പ് വന്ന് തറയ്ക്കുന്നത്. അത് മനസ്സിലാക്കി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ലിയോൺ ചെന്ന് അതെടുത്ത് നോക്കുന്നു. അതിലുണ്ടായിരുന്നത് ലീറാങ്ങിന്റെ ഒരു പോക്കറ്റ് വാച്ചായിരുന്നു. കൂടെ തന്നെ ഷിന്നിന്റെ ഒരു കർച്ചീഫും. മാത്രമല്ല അതിൽ എന്തോ എഴുതിയൊരു ലെറ്ററും കൂടിയുണ്ട്. പക്ഷേ കണ്ണു കാണാതെ വായിക്കാൻ പറ്റില്ലല്ലോ. അതിലെന്താണെന്ന് എന്തായാലും അറിഞ്ഞേ പറ്റൂ. ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരെ കൊണ്ട് വായിപ്പിക്കാലെന്ന് കരുതി അവൻ വീണ്ടും മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. നടന്ന് ഇപ്പോൾ ഹോട്ടലിന്റെ വെളിയിലെത്തിയിട്ടുണ്ട്. അന്നേരമാണ് അവന്റെ മുന്നിലേക്ക് ആ സൈത്താനി വരുന്നത്. കുട്ടി, എനിക്കൊരു സഹായം ചെയ്തതാ. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നൊന്ന് വായിച്ചു തരാമോ? നിന്റെ സഹോദരനും ഷിന്നും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ നിനക്ക് രക്ഷിക്കണമെങ്കിൽ ഞാൻ പറയുന്ന അമ്പലത്തിലേക്ക് വരണം. അതും 1 മണിക്കൂറിനുള്ളിൽ വരണം. ലിയോണിന് ഒന്നും മനസ്സിലായില്ല. ഈ അവസ്ഥയിൽ താൻ എങ്ങനെ അവിടെ പോകാനാ? മോൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സഹായിക്കാം. അങ്ങനെ സാത്താനെയും തുള്ളിലേറ്റി അവള് പറയുന്ന വഴി കൂടെ ലിയോൺ നടക്കാൻ തുടങ്ങി. നടന്ന് കൃത്യമായിട്ട് പറഞ്ഞ സ്ഥലത്ത് എത്തുകയും ചെയ്തു. ഇതേ സമയം നമ്മൾ ലീറാങ്ങിനെ ഷിന്നിനെയും ഒരു കിണറ്റിന്റെ ഉള്ളിലാണ് ഇട്ടേക്കുന്നത്. ഒരു കയറ് കൊണ്ട് 2 പേരുടെ കൈ കൂട്ടിക്കെട്ടിട്ടുണ്ട്. അതിലെ വെള്ളവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ്. എപ്പോ വേണമെങ്കിലും 2 പേര് മുങ്ങിപ്പോകാം. ഇവിടെ നമ്മുടെ ലിയോൺ ആണെങ്കിൽ തപ്പി തടഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് മ്യൂങ്ക് അവന് നേരെ തുരുതുരാന്ന് അമ്പ് വിടാൻ തുടങ്ങിയത്. എന്നാൽ ശബ്ദം കൊണ്ട് അമ്പ് വരുന്ന ദശ മനസ്സിലാക്കി അവൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു. മാത്രമല്ല അമ്പകൾ എയ്യുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് ലിയോണിന് മനസ്സിലായി. കണ്ണ് കെട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആൾ ആരാണെന്ന് അവന് അറിയാൻ വയ്യ. ഇതിനിടയില് മ്യൂങ്ക് വിട്ട ഒരു അമ്പ് കൃത്യമായിട്ട് ലിയോണിന്റെ കാലിൽ തന്നെ തറച്ചു കയറി. അത് കാരണം നടക്കാനാകാതെ അവൻ അവിടെ വീണു പോകുന്നു. നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?
അത്രയും പറഞ്ഞ് ലിയോൺ തന്റെ കയ്യിലുണ്ടായിരുന്ന വാളറിഞ്ഞ് മ്യൂങ്കിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. നിനക്ക് വേണ്ടത് എന്നെയല്ലേ, മരിക്കാൻ ഞാൻ തയ്യാറാ, പക്ഷെ അതിനു മുന്നേ എന്റെ സഹോദരനെ ഷിന്നിനെ വെറുതെ വിടണം. ഇത് കേട്ട് മ്യൂങ്ക് ആ വാള് വെച്ച് ലിയോണിനെ വെട്ടാനായിട്ട് പോയതും പെട്ടെന്നാണ് ഒരു വലിയ മീനൽ വന്ന് അവന്റെ ദേഹത്തേക്ക് അടിക്കുന്നത്. അത് ലിയോണിന്റെ പണിയായിരുന്നു. സത്യം പറഞ്ഞാൽ അതിനു വേണ്ടി തന്നെയാണ് അവൻ ആ വാൾ എറിഞ്ഞു കൊടുത്തത് പോലും. ഇവിടെ നമ്മുടെ ലീറാങ് ഷിന്നും കൂടി കെട്ടഴിക്കാനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല വെള്ളത്തിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്തൊക്കെയോ ചെയ്ത് പരിശ്രമിക്കുന്നതിന്റെ ഇടയിൽ ലീറാങ്ങിന്റെ കൂടെ കൂട്ടിക്കെട്ടിയിരുന്ന ഷിന്നിന്റെ കയ്യിൽ കയറ് വേർപെട്ടു. ലീറാങ്ങിന്റെ കയ്യിലുള്ള കയറ് ഒരു കല്ലുമായിട്ട് കൂട്ടിക്കെട്ടിയേക്കുവാണ്. ഷിന്നിന്റെ കൈ പിറകിൽ കെട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവനത് അഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായതും ലീറാങ് എങ്ങനെയൊക്കെയോ ഷിന്നിനെ മാത്രം മുകളിലേക്ക് കയറ്റിവിടുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി പോവുകയും ചെയ്തു. കഴിഞ്ഞ തവണ യോഹി ലീറാങ്ങിന്റെ കൊടുത്തൊരു സ്കെയിലില്ലേ, പെട്ടെന്നത് അവന്റെ പോക്കറ്റിൽ കിടന്ന് പ്രകാശിക്കാൻ തുടങ്ങി. ആ നിമിഷം തന്നെ യോഹിക്കും അത് ഫീൽ ചെയ്യുന്നു. അവൻ എന്തോ വലിയ ആപത്തിൽ പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി. ലിയോൺ ആണെങ്കിൽ തപ്പിത്തടഞ്ഞ് ഒരു വിധത്തിൽ ആ അമ്പലത്തിന് മുന്നിലെത്തിയിട്ടുണ്ട്. മ്യൂങ്ക് സാത്താനിയെ കൊണ്ടുവന്ന അതേ അമ്പലം. അതേസമയം തന്നെയാണ് സാത്താനിയും അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾക്ക് എന്റെ പേര് ഊഹിക്കാമോ? ശബ്ദം കേട്ടതും അവൻ ആളെ മനസ്സിലായി. നീ സൈത്താനിയാണോ? അപ്പോ നീ ആയിരുന്നല്ലേ എന്റെ കണ്ണുകൾ എടുത്തത്? എന്നോട് എന്തിനാ അങ്ങനെ ചെയ്തത്? മര്യാദ എന്റെ കണ്ണ് തിരിച്ചതാ. അതും പറഞ്ഞ് ലിയോൺ അവളുടെ അടുത്തേക്ക് പോകാൻ നോക്കിയതും സാത്താനി വലിയ ഒച്ചത്തിൽ നിലവിളിക്കുന്നു. അപ്പോ തന്നെ ലിയോണിന്റെ രണ്ട് കണ്ണിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. നീ വാഗ്ദാനം ലംഘിച്ചില്ലേ? എന്റെ പേര് പറ. എന്റെ പേര് പറഞ്ഞാൽ ഞാൻ നിന്റെ കണ്ണുകൾ തിരിച്ചു തരും. നിന്റെ പേര് ഞാനെങ്ങനെ അറിയാനാ? അപ്പോഴാണ് അവളുടെ കയ്യിലുള്ള മണി കിളിക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് ലിയോണിന് താൻ മൗണ്ടൈൻ ഗോഡായിരുന്നപ്പോഴുള്ള ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഒരു കൊച്ചു പെൺകുട്ടി അവിടെ കുളത്തിലുണ്ടായിരുന്ന ഒരു മീനെ രക്ഷിക്കുന്നു. ഇതും കണ്ടുകൊണ്ടാണ് ലിയോൺ അങ്ങോട്ടേക്ക് വരുന്നതും. നീ ചെയ്തത് ഒരു വലിയ കാര്യമാ. അതും പറഞ്ഞ് സമ്മാനമായിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മണി അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് എന്റെ സഹായം വേണമെങ്കിൽ ഈ മണിയൊന്ന് അടിച്ചാൽ മതി. ഈ ബെൽ ശബ്ദം കേട്ട് നിന്നെ തേടി ഒന്ന് ഞാൻ സഹായിക്കും. അതൊക്കെ പോട്ടെ, മോളുടെ പേരെന്താ? ഫ്ലാഷ് ബാക്കില് അവളുടെ പേരെന്താണെന്ന് കേൾക്കാൻ കാത്തിരുന്ന ലിയോണിന് അത് മാത്രം കേൾക്കാൻ പറ്റിയില്ല. അത് കണ്ട ലിയോൺ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളുടെ പേര് ചോദിക്കുന്നു. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അവൾ അവിടുന്ന് മറഞ്ഞുപോയി. ആ പെൺകുട്ടി വേറെ ആരുമല്ല, അത് സൈത്താനിയായിരുന്നു. മാത്രമല്ല അവള് ടിങ്സ് ആണ്. കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഇരട്ടകൾ. എന്നാൽ അവർ രണ്ടുപേരും വീട്ടിലേക്ക് എത്തിയതും ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ അതിലൊരു പെൺകുട്ടിയെ ദത്തെടുക്കാനായിട്ട് അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ തെരഞ്ഞെടുത്തത് സൈത്താനിയുടെ അനിയത്തിയാണ്. എന്നാൽ തനിക്ക് വീട് വിട്ടുപോകാൻ പേടിയാണെന്ന് അവളുടെ അനിയത്തി കരഞ്ഞു പറയുന്നു. കരയണ്ട, നിനക്ക് പകരം ഞാൻ അവരുടെ കൂടെ പോകാം. അങ്ങനെ വേഷം മാറി തന്റെ അനിയത്തിയുടെ വസ്ത്രവും ധരിച്ച് ആ സ്ത്രീയുടെ കൂടെ പോകുന്നത് സൈത്താനിയായിരുന്നു. ഇപ്പോ പ്രസന്റിലുള്ള സൈത്താനിയെ അങ്ങനാക്കി മാറ്റാൻ വേണ്ടിയാണ് ആ സ്ത്രീ അവളെ കൊണ്ടുപോകുന്നതും. അതിനുവേണ്ടി എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്ത് അവളൊരു വലിയ പെട്ടിക്കുള്ളിൽ അടച്ചു വെക്കുന്നു. വർഷങ്ങളായിട്ട് ഒരാത്മാവിനെ പോലെ അവൾ ആ പെട്ടിക്കുള്ളിൽ അടഞ്ഞിരിക്കുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി കയ്യിലുള്ള മണി മുഴക്കി അവൾ എത്രയോ തവണ ലിയോണിനെ വിളിച്ചു. ഈ ബെൽ ശബ്ദം കേട്ടാൽ എന്നെ തേടി വന്ന് രക്ഷിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇത്രയും വർഷമായിട്ടും നിങ്ങൾ വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. പക്ഷേ നിങ്ങൾ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചില്ലേ? ഇതേ സമയം സാത്താനി പറഞ്ഞതെല്ലാം കേട്ടപ്പോഴാണ് ലിയോണിന് ആ കാര്യം ഓർമ്മ വന്നത് പോലും. നിങ്ങൾ എന്താ വരാഞ്ഞത്? ആ സമയത്ത് ഞാനൊരു മൗണ്ടൈൻ കൂടെ അല്ലായിരുന്നു. ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് അവൻ ആ കുട്ടിയെ കെട്ടിപ്പിടിക്കുന്നു. എന്നോട് ക്ഷമിക്ക്. മാത്രമല്ല അവൻ കറക്റ്റ് ആയിട്ട് ആ കുട്ടിയുടെ പേരും പറഞ്ഞു കൊടുക്കുന്നു. എനിക്കിപ്പോൾ മോളുടെ പേര് ഓർമ്മ കിട്ടി. ലിയ. ലിയ എന്നല്ലേ പേര്? ലിയോൺ കൃത്യമായിട്ട് അവളുടെ പേര് പറഞ്ഞതും അവളുടെ രൂപമെല്ലാം മാറി പഴയ രൂപത്തിലേക്ക് തിരികെ വരുന്നു. അതിന്റെ കൂടെ തന്നെ ലിയോണിന്റെ കാഴ്ചശക്തിയും തിരികെ കിട്ടുന്നു. ശേഷം അവൻ നേരെ അമ്പലത്തിനുള്ളിലേക്ക് കടന്ന് ഇത്രയും വർഷം ലിയ അടച്ചു വെച്ചിരുന്ന ആ പെട്ടി അങ്ങ് തകർത്ത് കളഞ്ഞു. തിരികെ പോകാൻ നേരം അവൻ ആ കുട്ടിയുടെ അടുത്തേക്ക് തന്നെ വന്നു. ഇനി മോളെ ആർക്കും പൂട്ടിയിടാൻ പറ്റില്ല. അത് കേട്ടതും ആ കുട്ടി പൊട്ടി കരയുന്നു. അടുത്ത ജന്മത്തിൽ മോളൊരു സാധാരണ കുട്ടിയായി ജനിക്കും. അത്രയും പറഞ്ഞതും ഷെന്നിനെ ലീറാങ്ങിനെ ഇട്ടിരിക്കുന്ന കിണർ അവൾ അവന് കാണിച്ചു കൊടുക്കുന്നു. ലിയോൺ ഇപ്പോൾ അവൾക്ക് ശാപമോക്ഷം കൊടുത്തില്ലേ? ശാപമോക്ഷം കിട്ടിയതും ആ കുട്ടിയുടെ ആത്മാവ് അവിടുന്ന് മാഞ്ഞു പോകുന്നു. അങ്ങനെ ലിയോൺ കിണറിന്റെ അടുത്തേക്ക് പോയി ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഷിന്നിനെ പുറത്തേക്ക് എടുക്കുന്നു. നീ ഓക്കെ ആണോ? ലീറാങ് എന്തിയെ? അവനാ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതങ്ങോട്ട് പറഞ്ഞു തീർന്നതും പെട്ടെന്നാണ് മെർമെയ്ഡായിട്ടുള്ള യോഹി ഓടി വന്ന് വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം. ബോധമില്ലാതെ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന ലീറാങ്ങിനെ വളരെ വേഗത്തിൽ നീന്തി ചെന്ന് അവൾ പിടിക്കുന്നു. ശേഷം അവന്റെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തതും ആ നിമിഷം തന്നെയാണ് ലീറാങ് കണ്ണു തുറക്കുന്നതും. അവനത് കൃത്യമായിട്ട് കാണുകയും ചെയ്തു. അങ്ങനെ അവനെയും കൊണ്ട് അവൾ പുറത്തേക്ക് വരുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടുപേരുടെ കയ്യിലായിട്ടും റിംഗ് ഉണ്ടാകുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് സീസൺ 1 കണ്ടവർക്ക് മനസ്സിലാകുമല്ലോ. കുറുക്കന്റെ ഇനത്തിൽ ചേർന്നവർക്ക് ആരെങ്കിലും സഹായം ചെയ്താൽ അല്ലെങ്കിൽ ജീവൻ രക്ഷിച്ചാൽ തിരികെ അതുപോലൊരു സഹായം അവർ ചെയ്യേണ്ടി വരും. സീസൺ 1 നമ്മുടെ ലിയോണിന് ജയിക്കും ഇതുപോലെ റിംഗ് ഉണ്ടായിരുന്നു. ഒരു ബിസിനസ് മാൻ ഉണ്ടായിരുന്നല്ലോ, അയാൾക്കും ലീറാങ്ങിനും ഉണ്ടായിരുന്നു ഇതുപോലെ റിംഗ്. അതേപോലെ ഒന്നാണ് ഇതേ ഇവർക്കും ഉണ്ടായത്. അടുത്ത ഷൂട്ടില് ഐസിന്റെ നരകത്തിൽ കിടക്കുന്ന ഹോങ്ചൂനെയാണ് കാണിക്കുന്നത്. എന്തോ ഒരു കാര്യം തെറ്റായി നടക്കുന്നുണ്ട്. പക്ഷേ അത് എന്താണെന്ന് മാത്രം അറിയുന്നില്ല. ലിയോണിനും മ്യൂക്കിനും ഇടയിൽ ഞാൻ അറിയാത്ത എന്തോ ഒരു രഹസ്യമുണ്ട്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് മ്യൂക്കിനെയാണ്. ലിയോൺ, നീ ഇവിടുന്ന് രക്ഷപ്പെടുമെന്നാണോ നിന്റെ വിചാരം? അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിന്റെ പ്രിയപ്പെട്ടവരെല്ലാം നിന്റെ കൺമുന്നിൽ മരിച്ചു വീഴുന്നത് നിനക്ക് കാണേണ്ടി വരും. ഇതേ സമയം ഇവിടെ നമ്മുടെ ലിയോൺ ഒടുക്കത്തെ സന്തോഷത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും താൻ തിരികെ പോയാൽ ലീറാങ് ഒറ്റയ്ക്കായി പോകൂ എന്നുള്ള
സങ്കടമായിരുന്നു അവന്. പക്ഷെ ഇപ്പോ അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് കൂടെ. അതുകൊണ്ട് ഇനി എന്റെ ജോലി ആ മുഖംമൂടിക്കാരനെ കണ്ടുപിടിക്കൽ മാത്രമാണ്. ഇവരുടെ അരികെ ഒന്ന് വരാൻ പോലും ഞാൻ അവനെ സമ്മതിക്കില്ല. അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് 4ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. 5ാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നന്ദി.